എല്ലാവരുടെയും വിചാരം ദുബായിൽ ഓയിലുണ്ട്, ഓയിൽ ഉള്ളതുകൊണ്ടാണ് ദുബായ് ഗ്രോ ചെയ്യുന്നതാണ്. ഇൻ റിയാലിറ്റി ദുബായിൽ ഓയിൽ ഇല്ല, അബുദാബിയിലാണ് ഓയിൽ ഉള്ളത്. ദുബായിൽ ഓയിൽ ഉണ്ടായിരുന്ന സമയത്ത് ഇവിടുത്തെ ഗവൺമെന്റ് എന്താ ചെയ്തതെന്ന് പറഞ്ഞാൽ സിറ്റി ബിൽഡ് ചെയ്തു. ഇപ്പോൾ സിറ്റിയിൽ ടൂറിസം ഉണ്ട്, റിയൽ എസ്റ്റേറ്റ് ഉണ്ട്, അതുപോലെ തന്നെ പല പല ആക്ടിവിറ്റീസ്, ലോജിസ്റ്റിക്സ്, അങ്ങനെ പല പല നല്ല ആക്ടിവിറ്റീസ് ദുബായിൽ നല്ല സ്ട്രോങ് ആയിട്ട് ബിൽഡ് ചെയ്തു. അപ്പം അതുകൊണ്ടാണ് ദുബായ് ഇപ്പോൾ വളരുന്നത്. ഇപ്പൊ സേഫ്റ്റിയുടെ കാര്യം എടുത്ത് നോക്കുകയാണെങ്കിലും ഇപ്പോൾ ദുബായിൽ മാത്രമാണ് രാത്രി 12 മണി കഴിഞ്ഞാൽ ഒരു സ്ത്രീക്ക് 100% സേഫ് ആയിട്ട് ഇറങ്ങി നടക്കാൻ പറ്റുന്നത്. അപ്പോൾ അത് വലിയൊരു ഫാക്ടറാണ്, സേഫ്റ്റി എന്ന് പറയുന്ന ഫാക്ടർ. ലക്ഷറി, ഇപ്പോൾ നമ്മളിവിടെ കാണുന്ന ലക്ഷറി വേറെ ഏത് രാജ്യത്തും കിട്ടും. ഇത്രയും ലക്ഷറി കാറുകൾ റോട്ടിൽ കാണും, അത് വേറെ ഏത് രാജ്യത്തും ഉണ്ടാകുന്നത്. അതുപോലെ ഇവിടുത്തെ ഹോസ്പിറ്റാലിറ്റി ആയിക്കോട്ടെ, ഇവിടുത്തെ ഹെൽത്ത് കെയർ സെക്ടർ ആയിക്കോട്ടെ, എഡ്യൂക്കേഷൻ ആയിക്കോട്ടെ. ഇപ്പം ലണ്ടൻ, അതുപോലെ തന്നെ പല കുട്ടികളും നമ്മൾ നാട്ടിൽ നിന്ന് പോയി പഠിക്കാൻ ആഗ്രഹിച്ചിരുന്ന പല യൂണിവേഴ്സിറ്റീസും ദുബായിലുണ്ട്. നമ്മളിപ്പോൾ കാനഡയിലായിക്കോട്ടെ, USA-ലായിക്കോട്ടെ, UK-ലായിക്കോട്ടെ ഒരുപാട് ന്യൂസുകൾ കാണുന്നുണ്ട്. കാറുകൾ മോഷണം പോകുന്നു, ബൈക്കുകൾ മോഷണം പോകുന്നു, ഒട്ടും സേഫ്റ്റി ഇല്ല. അപ്പോൾ അങ്ങനെയൊക്കെ നോക്കുമ്പോൾ ദുബായിൽ നമുക്ക് അറ്റ്ലീസ്റ്റ്